നമസ്കാരം. സോംജീസ് മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6 നീണ്ട ആഴ്ചകൾ മൈനസായി ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ആഴ്ച അല്പം പോസിറ്റീവായി ക്ലോസ് ചെയ്തിരിക്കുന്നു. ആ ഒരു പ്രതീക്ഷയാണ് മാർക്കറ്റിനാകെ കഴിഞ്ഞത് ഈ ആഴ്ചയിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും ട്രംപിൻ്റെ കൂടിക്കാഴ്ചയെ ഉറ്റുനോക്കുകയാണ്. പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉറ്റുനോക്കിയിരിക്കുന്നു. അവിടെ എന്തെങ്കിലും പോസിറ്റീവായ ചലനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റ്. പക്ഷെ അതെങ്ങനെ ഇഫക്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. മാർക്കറ്റിൽ ഈ ആഴ്ച ഉണ്ടായ കുറേ വാർത്തകളുണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള കുറച്ച് വാർത്തകളാണ് ഉണ്ടായത്. പക്ഷേ മാർക്കറ്റ് അത്രയൊന്നും അതിനെ സ്വാഗതം ചെയ്തതായി കണ്ടില്ല. ഇപ്പോൾ അവസാന ദിവസം വന്ന വാർത്തയാണ് S&P ഗ്ലോബൽ 18 വർഷത്തിന് ശേഷം ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളത്. BBB- ആയിരുന്നത് BBB ആക്കി ഉയർത്തി. 2008 ശേഷം ആദ്യമായിട്ടാണ് അവർ ഇങ്ങനെ റേറ്റിംഗ് ഉയർത്തുന്നത് S&P ഗ്ലോബൽ. അതുകൊണ്ട് എന്താണ് മെച്ചമെന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ ഒരു സ്റ്റേബിൾ കാറ്റഗറിയിലേക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സ്ഥലമായിട്ട് സ്റ്റേബിൾ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ FISന്റെ പണം കൂടുതൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതൊരു പ്ലസ് പോയിന്റാണ്. പിന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് ഇപ്പോൾ ഫോറിനിൽ നിന്ന് കടമെടുക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇത്തിരിയുടെ റേറ്റ് കുറഞ്ഞു കിട്ടും. റേറ്റ് കുറഞ്ഞ പണം കമ്പനികൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഈ S&P ഗ്ലോബലിൻ്റെ റേറ്റിംഗ് ഉയർത്തിക്കൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. അത് തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. മാർക്കറ്റ് അതിനെ ആ രീതിയിൽ വളരെ ഉത്സാഹത്തോടെയൊന്നും കവർ ചെയ്യുന്നതായി കാണുന്നില്ല. ഇപ്പോൾ മാർക്കറ്റ് എന്താണെങ്കിലും ഒരു അനിശ്ചിതമായ അവസ്ഥയിൽ കിടക്കുകയാണ്. ഏത് രീതിയിൽ മാർക്കറ്റിന് പ്രതികരണങ്ങൾ ഉണ്ടാകും ഈ ഓരോ അനൗൺസ്മെൻറ്റുകൾ വരുമ്പോഴും. താരിഫ് സംബന്ധമായ അനൗൺസ്മെൻറ്റുകളാണ് മാർക്കറ്റിന് ഇപ്പോൾ വളരെയേറെ വ്യാകുലപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ തരം രീതിയിലുള്ള കമൻറ്റുകൾ എങ്ങനെ വരുമെന്ന് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. പക്ഷേ മാർക്കറ്റ് ഏകദേശം സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞു ഈ ലെവലിൽ എന്നുള്ളതിന് സംശയമില്ല. വേൾഡ് മാർക്കറ്റുകളെല്ലാം തന്നെ അതിൻ്റെ ഹൈകളിലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് വളരെയേറെ അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഉയർന്നു പോവുക തന്നെ ചെയ്യും. അത് എവിടെ നിന്നാണെന്നുള്ളതാണ് മാർക്കറ്റ് നോക്കിയിരിക്കുന്നത്. ഈ ആഴ്ച ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, എറ്റേണൽ, നമ്മുടെ സൊമാറ്റോ, അങ്ങനെയുള്ള ഷെയറുകളൊക്കെ അല്പം മെച്ചപ്പെട്ടു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. വെള്ളിയാഴ്ച പിന്നെ IT മേഖലയിൽപ്പെട്ട ഷെയറുകൾക്കും ചെറിയ ചലനങ്ങളുണ്ടായി. മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും മടിക്കുകയാണ് ഇൻവെസ്റ്റ്മെൻറ്റിന്. പക്ഷേ ഇത് അവസരമായി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയാണ് ഈ മാർക്കറ്റിൻ്റെ ഈ കളികളൊക്കെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ഷെയറുകളും, പല ബ്ലൂ ചിപ്പ് ഷെയറുകളും നല്ല രീതിയിൽ താഴെ വന്നിട്ടുണ്ട്. അവയെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. TCS ഒക്കെ ഇനി എത്ര താഴുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും അതിനൊരു ഏകദേശ ധാരണ നമുക്കുണ്ടാവും. അതായത് ഇപ്പോൾ 3000-ൽ നിൽക്കുന്നു. 3000-നും 3100-നും ഇടയിൽ അതങ്ങനെ കുറേ ദിവസങ്ങളായി ട്രേഡ് നടക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഇനി ഒരു താഴ്ചയ്ക്ക് ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. ഒരുപാട് താഴ്ചകളൊന്നും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഷെയറുകളെ നിങ്ങൾക്ക് ദീർഘകാല നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കാൻ ഏറ്റവും പറ്റിയ അവസരമായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. മാർക്കറ്റ് ശക്തമായ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് എല്ലാവരും കണക്കുകൂട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ സമയങ്ങളിൽ പോലും
അന്ന് ഏറ്റവും കൂടുതൽ താഴെ വന്ന പല ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളും വാങ്ങിയവരാണ് ആ മാർക്കറ്റ് കവർ ചെയ്യപ്പെട്ടപ്പോൾ പണം സമ്പാദിച്ചത് എന്നുള്ളതിന് സംശയമുണ്ടോ? 2020-ലാണെങ്കിലും 2008-ലാണെങ്കിലും ഈ മാർക്കറ്റ് മൊത്തം തച്ചുടയ്ക്കപ്പെട്ട പോലെ ഇടിഞ്ഞു വന്നു. അന്നേരം ഇത്തരം ഷെയറുകൾ വാങ്ങിക്കൂട്ടിയവർക്ക് ഒന്നോ രണ്ടോ വർഷത്തിനിടയിൽ കിട്ടിയ റിട്ടേൺ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ റിട്ടേണുകളാണ്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു അനിശ്ചിതത്വമുണ്ട്. മാർക്കറ്റിന് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുകയാണ്. മാർക്കറ്റിൽ മിക്കവാറും ഷെയറുകളും താഴെയാണ്. കൂടാതെ ഇന്ത്യ അണ്ടർ പെർഫോം ചെയ്തിട്ടുള്ള ഒരു സമയമാണിപ്പോൾ. കഴിഞ്ഞ 2024 വരെ ഇന്ത്യ നന്നായി പെർഫോം ചെയ്ത മാർക്കറ്റാണ്. അവിടുന്ന് ബാക്കിയുള്ള മാർക്കറ്റുകളെല്ലാം അവിടുന്ന് മുകളിലേക്ക് പോയപ്പോൾ ഇന്ത്യ താഴോട്ട് പോയി. അത് തീർച്ചയായിട്ടും ഇതിനൊരു സമയം ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ഈ വരുന്ന റിപ്പോർട്ടുകളൊക്കെ നോക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ ഈ ആഴ്ച വന്ന ഒരു റിപ്പോർട്ട് നമ്മളുടെ ഇൻഫ്ലേഷനെ സംബന്ധിച്ചാണ്. 1.55 ആയി റീറ്റെയിൽ ഇൻഫ്ലേഷൻ. അത് 7 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണത് നിൽക്കുന്നത്. അതൊക്കെ മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. മാർക്കറ്റിൽ ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനത്തിന് അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നതിൽ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഡിഫൻസ് സ്റ്റോക്കുകൾക്ക് പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ട്. അതുകൂടാതെ GST ഇളവുകൾ വരും. GSTക്ക് സ്ലാബ് 2 സ്ലാബായി കുറയ്ക്കുമെന്നും സ്പെഷ്യൽ റേറ്റുകൾ കൊടുക്കുന്നത് വളരെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഒക്കെ റിപ്പോർട്ടുണ്ട്. GST സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കുള്ള GSTയിൽ കുറവ് വരുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇൻഫ്ലേഷൻ കുറഞ്ഞു വരിക, മാർക്കറ്റിലേക്ക് കൂടുതൽ ഫണ്ടുകൾ എത്താൻ സാധ്യത കാണിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ആഴ്ചത്തെ കഴിഞ്ഞ മാസത്തെ SIP റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നത് ഏറ്റവും കൂടിയ SIP കളക്ഷനാണ് വന്നിട്ടുള്ളത്. 28,000 കോടി രൂപയും കടന്നുപോയി ഒരു മാസത്തെ SIP കളക്ഷൻ. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് മാർക്കറ്റിലേക്ക് പണം വരുന്നു. ഇപ്പോൾ ഈ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സുമാണ്. അവരിലൂടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ വരുന്ന SIP വരുന്ന തുകയാണ് മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നത്. എത്രയോ ഈ വർഷം എല്ലാം തന്നെ FIs സെല്ല് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർ ഏകദേശം ഒരു 70,000 കോടി രൂപയ്ക്കടുത്ത് ഇപ്പോൾ തന്നെ സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനർത്ഥം മാർക്കറ്റ് ശക്തമായി പ്രതീക്ഷയോടെ നിൽക്കുന്നത് ഇവിടുത്തെ നമ്മളുടെ ഇൻസൈഡ് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അവരാണ് ഈ പണം ഇറക്കുന്നത്. അവരുടെ ബലത്തിലാണ് മാർക്കറ്റ് അത്ര ശക്തമായി ഒന്നും ഇടിഞ്ഞു പോകാതെ നിൽക്കുന്നത്. അതിനൊരു ട്രിഗർ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് മുകളിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എപ്പോഴാണ് എന്ന് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ വിജയം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒക്കെ എനിക്ക് ഉള്ള സഹായം ആയി മാറും. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് ഷെയറുകളെയൊന്നും എനിക്ക് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റിന് തിരഞ്ഞെടുക്കാൻ ഞാൻ പറയുന്നില്ല. കാരണം ഇതിന് മാർക്കറ്റിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള നല്ല നല്ല ഷെയറുകൾ ഇപ്പോഴും വളരെ താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ശ്രദ്ധ കൊടുക്കാവുന്നതും അത് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താവുന്നതുമാണ്. ഇപ്പോൾ TCSന്റെ പറഞ്ഞത്, TCS ഒക്കെ അല്പം വാങ്ങി തുടങ്ങിയാലാണ് അടുത്ത ഒരു ഇടിവും കൂടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം. എപ്പോഴാണെങ്കിലും അതിലൂടെ ഇത്തിലൂടെ ഒന്ന് ആവറേജ് ചെയ്യാം. അപ്പോൾ പിന്നെ അതിനുള്ള വളർച്ചയ്ക്ക് എല്ലാ സാധ്യതകളുമുണ്ട്. IT മേഖലയെ മൊത്തം തഴഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും വിറ്റ് മാറുകയാണ്. അല്ലെങ്കിൽ മറ്റോ FIs ആണെങ്കിലും എല്ലാവരും അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ITയുടെ. അങ്ങനെ എല്ലാവരും കടന്നു പോകുന്ന ആ സമയത്താണ് യഥാർത്ഥത്തിൽ നിക്ഷേപകർക്ക് അവസരം ഉണ്ടാകുന്നത്. അവിടെയാണ് TCS ഒക്കെ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അതുപോലുള്ള ഷെയറുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഏറ്റവും ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഷെയർ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഫണ്ടമെന്റൽസ് എന്താണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം. അതിന് പോരാ, ഇപ്പോൾ ഈ ഫ്രണ്ട് ലൈനിലുള്ള ലാർജ് ക്യാപ്പ് ഓഹരികളായാലും മിഡ് ക്യാപ്പ് ഓഹരികളായാലും നമ്മൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെ ഫണ്ടമെന്റൽസ് എങ്ങനെയുണ്ട് എന്ന്. അതുകൊണ്ട് അതൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ ചെലുത്തിക്കൊണ്ട് വേണം ഇടിഞ്ഞ് വന്നിട്ടുള്ള മിഡ് ക്യാപ്പുകളായാലും സ്മാൾ ക്യാപ്പുകളായാലും വാങ്ങാൻ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഇത് ഒരു തവണത്തെ വാങ്ങലിന് വേണ്ടി മാത്രമായി വാങ്ങുകയും ചെയ്യരുത്. അത് പലപ്പോഴായിട്ട് വാങ്ങി തന്നെ വേണം. ഇടിവുകൾ തീർച്ചയായിട്ടും പിന്നെയും നമ്മൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, വീണ്ടും കാണാം. അതുവരെ നമസ്കാരം. താങ്ക് യു.